2023 അവസാനം നമ്മൾ നിലവിൽ കാണുന്ന ടെക് യൂട്യൂബ് ഇൻഡസ്ട്രിയിലെ ഒരു ട്രെൻഡാണ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ അവാർഡ് അതുപോലുള്ള കുറച്ച് വീഡിയോസ്. അതുകൊണ്ട് തന്നെ നമ്മളും അതിനൊരു കുറവ് വരുന്നില്ല. ഇത് സ്മാർട്ട് ഫോൺ അവാർഡോ കാര്യങ്ങളൊന്നും അല്ല. 2023 ആപ്പിളിൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റുകൾ അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ 2023 ഈ ഒരു വർഷം മാത്രം ലോഞ്ച് ചെയ്ത ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളെ പറ്റി മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിലവിൽ ആപ്പിളിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇതിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആപ്പിളിൻ്റെ പല പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്. ഐഫോൺ, ആപ്പിൾ വാച്ച്, ഐപാഡ്, മാക്ക്, അതുപോലെ നമ്മളുടെ എയർപോഡ്സ്. നിലവിലുള്ള ആപ്പിളിൻ്റെ കറണ്ട് ലൈനപ്പാണ് നമ്മൾ അതിലെ ബെസ്റ്റ് പ്രൊഡക്റ്റുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേതാണ് വർത്ത് ബൈങ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്തിട്ടുള്ള ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ആപ്പിളിൻ്റെ എയർപോഡ്സ്. ഈ ഒരു ആക്സസറിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ 2023 ബെസ്റ്റ് ആക്സസറി അല്ലെങ്കിൽ എയർപോഡ്സ് എന്ന് പറയുന്നത്. എയർപോഡ്സിൽ ഈ വർഷത്തെ ബെസ്റ്റ് എന്ന് പറയുന്നത് എയർപോഡ്സ് പ്രോ ആണ്. സോ എയർപോഡ്സ് പ്രോയും ഉണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലാണ് നിങ്ങൾ എയർപോഡ്സ് നോക്കുന്നെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ എയർപോഡ്സ് ആണ് എയർപോഡ്സ് തേർഡ് ജനറേഷൻ. അതാണ് ഞാൻ ഈ ഉപയോഗിക്കുന്ന എയർപോഡ്സ് എന്ന് പറയുന്നത്. എയർപോഡ്സ് തേർഡ് ജനറേഷനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഇതിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. കാരണം ഇത്രയും നല്ലൊരു ബിൽ ക്വാളിറ്റി അതോടൊപ്പം തന്നെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിളിൻ്റെ സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള എയർപോഡ്സ് ആണ് എയർപോഡ്സ് തേർഡ് ജനറേഷൻ. നമുക്കറിയാം ഇതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രണ്ട് എയർപോഡ്സ് ഉണ്ട്, എയർപോഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ. സോ അത് വെച്ച് നോക്കുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിലുള്ള ചേഞ്ചും ഈ എയർപോഡ്സിൽ തേർഡ് ജനറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ബിൽ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഓഡിയോ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഈവൻ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ള ഒരു മോസ്റ്റ് മോഡേൺ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു എയർപോഡ്സ് ആണ് എയർപോഡ്സ് തേർഡ് ജനറേഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനിൽ നമുക്കറിയാം ഇതൊരു ബഡ് ടൈപ്പ് ഡിസൈൻ അല്ല, വളരെ സ്മോൾ ആയിട്ടുള്ളൊരു സ്റ്റെം ഡിസൈനും അല്ലെങ്കിൽ ഓവറോൾ ഡിസൈനാണ് ഇതിന് കൊടുത്തേക്കുന്നെങ്കിലും പക്ഷേ ഇത് ബഡ് അല്ല. അതിന് പകരമാണ് നമുക്ക് എയർപോഡ്സ് പ്രോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേംവെയർ അപ്ഡേറ്റുകളാണ്. കാരണം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ്ലി കൊണ്ടുവന്ന അപ്ഡേറ്റിൽ നമുക്ക് ടാപ്പ് ടു മ്യൂട്ട് എന്ന് പറയുന്നൊരു ഫീച്ചർ തന്നെ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ബാറ്ററി വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് തരുന്ന ഒരു എയർപോഡ്സുമാണ് എയർപോഡ്സ് തേർഡ് ജനറേഷൻ. പിന്നെ ഉള്ളത് ഫൈൻഡ് മൈ ഫീച്ചറാണ്. നമുക്കിതിൽ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫൈൻഡ് മൈ ഫീച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ നമ്മളിത് എവിടെയാണോ ലാസ്റ്റ് നമ്മളുടെ പ്രോക്സിമിറ്റിയിലുള്ളത് ആ ലൊക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ് ഇൻ കേസ് നമ്മളിത് മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാനും സാധിക്കും. ആൻഡ് ഫൈനലി ഇതിൻ്റെ ചാർജിങ് ആണ്. നമുക്കിത് വയർലെസ്ലി ചാർജ് ചെയ്യാൻ സാധിക്കും. കാരണം എയർപോഡ്സ് തേർഡ് ജനറേഷനിലാണ് ആപ്പിൾ ഏറ്റവും ആദ്യമായിട്ട് മാക്സേഫ് സപ്പോർട്ട് കൊണ്ടുവന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വയർലെസ്ലി ചാർജ് ചെയ്യാം, വയർഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ലൈറ്റിംഗ് പോർട്ടാണ് വരുന്നത്. സോ ആ ഒരു അഡ്വാൻറ്റേജും നമുക്കിത് ലഭിക്കുന്നതാണ്. പിന്നെയാണ് എയർപോഡ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ വരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പം ഓഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടില്ലെങ്കിലും ആപ്പിൾ വളരെ മൈനർ ആയിട്ടുള്ള ട്വീക്കിങ് അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന ഏരിയ ആണ് ഇതിൻ്റെ ഹാർഡ്വെയർ. കാരണം നമുക്ക് അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്ന ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺവെർസേഷണൽ അവയർനെസ് നമ്മൾ എയർപോഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ യൂഷ്വലി നമ്മൾ എയർപോഡ്സ് എടുത്ത് മാറ്റണം. എന്നാൽ നിങ്ങൾ എയർപോഡ്സ് പ്രോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ എക്സ്റ്റേണൽ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന അടുത്ത് വന്ന് ആൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി ഓഡിയോ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ പോർട്ടാണ്. നമുക്ക് USB Type-C വരുന്ന ആദ്യത്തെ ആപ്പിളിൻ്റെ എയർപോഡ്സ് ആണ് എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. പിന്നീട് മൈക്രോഫോൺ ഇറങ്ങിയിരിക്കുന്ന എയർപോഡ്സിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മൈക്രോഫോൺ ക്വാളിറ്റി. ആൻഡ് ഫൈനലി എയർപോഡ്സ് തേർഡ് ജനറേഷൻ ഉള്ള പോലെ തന്നെ ഒരു ഫൈൻഡ് മൈ ഫീച്ചർ ഇതിലും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ബിൽട്ടിൻ ആയിട്ടുള്ളൊരു സ്പീക്കേഴ്സ് ഇൻബിൽട്ട് സ്പീക്കേഴ്സ് എയർപോഡ്സ് പ്രോയിൽ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫൈൻഡ് മൈ ഉപയോഗിച്ച് നമ്മളിവിടുന്ന് എവിടെയെങ്കിലും മിസ്പ്ലേസ് ചെയ്താൽ പോലും നമുക്ക് ഈ സ്പീക്കറിലൂടെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഇത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഐഫോൺസ് ആണ്. സോ നിലവിലുള്ള ആപ്പിളിൻ്റെ കറണ്ട് ലൈനപ്പിലെ ഐഫോൺ ലൈനപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഫോൺ 13, 14, 14+, 15, 15 Pro ആ ഒരു രീതിയിലാണ്. ഇതിലെ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഈ ഒരു 15 സീരീസ് ആപ്പിൾ ലോഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞ ആ വീഡിയോയുടെ കമൻസിൽ വരെ ഞാൻ പിൻ ചെയ്തൊരു കാര്യമാണ്. ഈ വർഷത്തെ ബെസ്റ്റ് ഐഫോൺ എന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഒറ്റ പേരേ ഉള്ളൂ, ഐഫോൺ 15. ഐഫോൺ 15 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഐഫോണിൽ ഇതുവരെ ഇറങ്ങിയേക്കുന്ന ഐഫോണിൽ അല്ലെങ്കിൽ ഐഫോൺ നോൺ പ്രോ മോഡൽ ഐഫോണുകളിൽ ഇപ്പം 12, 13, 14 എടുത്ത് നോക്കിയോ ഈ സീരീസ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറങ്ങിയ നോൺ പ്രോ മോഡൽസിൽ വൺ ഓഫ് ദ ബെസ്റ്റ്
ടോപ്പ് ഡിവൈസാണ് ഐഫോൺ 15 എന്ന് പറയുന്നത്, യാതൊരു സംശയമില്ല. ചില സാഹചര്യങ്ങളിൽ ഈവൻ പ്രോ മോഡൽസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഐഫോൺ 15 ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് നമുക്ക് വൈഡ് വെറൈറ്റി ഓപ്ഷൻസ് ഐഫോണിൻ്റെ കറണ്ട് ലൈനപ്പിലുണ്ട്. ഐഫോൺ SE മുതൽ SE 3rd ജനറേഷൻ മുതൽ ഐഫോൺ 15 Pro Max വരെയുള്ളൊരു വലിയ ലൈനപ്പ് തന്നെ നമുക്ക് ആപ്പിളിൻ്റെ ലൈനപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഐഫോൺ 15 ഞാൻ ഏറ്റവും ടോപ്പ് അല്ലെങ്കിൽ ബെസ്റ്റ് ഡിവൈസ് എന്ന് വിളിക്കാനുള്ള കാര്യം, അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. കാരണം ഇപ്പോൾ ഉള്ള ഐഫോണിൻ്റെ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ബോക്സി സ്ട്രക്ചർ എന്ന് പറയും കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നല്ല സുഖമായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം USB Type C ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ്. ആപ്പിൾ ആദ്യമായിട്ട് അവരുടെ ലെഗസി ഡിവൈസ് ആയിട്ടുള്ള ഐഫോണിലേക്ക് Type C എന്ന് പറയുന്ന ആ ഒരു ഇൻ്റഗ്രേഷൻ നടത്തിയേക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പല അവസരങ്ങളിലും പല സിറ്റുവേഷനിലും നമുക്കത് എത്രത്തോളം ഇത് Type C ആയത് എത്രത്തോളം നന്നായി എന്നുള്ളത് പലതവണയും ചിന്തകൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ അറിയാം ചാനൽ ഐഫോൺ 15 Pro ഇതുവരെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. താമസിക്കാതെ അടുത്ത മാസം ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മാസം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ അതിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കും Type C ഇൻ്റഗ്രേഷൻ വലിയൊരു ചേഞ്ചാണ് ആപ്പിളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ മൂന്നാമത്തെ പോയിന്റ്, നമുക്ക് റിവേഴ്സ് ചാർജിങ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ റിവേഴ്സ് വയർലെസ് ചാർജിങ് അല്ല, നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ വയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ ആപ്പിൾ വാച്ച്, നിങ്ങളുടെ എയർപോഡ്സ്, ഇതൊക്കെ ഈവൻ നിങ്ങൾക്ക് മറ്റൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ കാര്യം ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഫങ്ഷനാലിറ്റിയുടെ യൂസേഴ്സിനുള്ള എക്സ്പീരിയൻസ് അത് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഏത് രീതിയിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ വരും ഇൻട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം 1000 nits നമുക്ക് നോർമൽ ബ്രൈറ്റ്നസ് ഇപ്പം ഐഫോൺ 15 അവൈലബിൾ ആണ്, 15 15 Plusലും. അതോടൊപ്പം 2000 nits ബ്രൈറ്റ്നസ് ആണ്, പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമുക്ക് ഐഫോൺ 15 അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നീട് പറയുന്നത് പെർഫോമൻസ് ആൻഡ് ബാറ്ററി. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പഴയ A16 ആണ് വന്നിരിക്കുന്നത്, 6GB RAM ഉണ്ട്. പക്ഷേ ഇത് ആ പഴയ 6GB RAM അല്ല, ഇത് LPDDR5 6GB RAM ആണ്. രണ്ടാമത്തെ കാര്യം ബാറ്ററി. ഇപ്പം ഈ ഉപയോഗിക്കുന്ന 15 Proയിനേക്കാളും കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് നമുക്ക് ഐഫോൺ 15 വന്നിരിക്കുന്നത്. അതായത് 3349 mAh ഒരു ബാറ്ററിയാണ് ഐഫോൺ 15 സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് 15 15 Plusലും നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റിപ്പയറബിലിറ്റി. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനിലാണ് മൊഡ്യൂളിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഐഫോണിൻ്റെ എൻറ്റയർ 15 ലൈനപ്പിലെ ഡിവൈസുകളിൽ. പിന്നീട് ഇതിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ 48 MP ഐഫോൺ 14 Proയിലുള്ള എക്സാക്ട് സെയിം സെൻസറാണ് ഇതിലും വന്നിരിക്കുന്നത്, 48 MP സെൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഐഫോൺ 15 Plusനെ പറ്റി പറയാനുള്ള. പ്ലസിലേക്ക് വരുമ്പം യാതൊരു ചേഞ്ചസും ഇല്ല, ഈ പറഞ്ഞ അതേ സെയിം ഹാർഡ്വെയറും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ ആകെ ഒരൊറ്റ വ്യത്യാസം അതിൻ്റെ സൈസ് 6.7 inch ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാറ്ററിയും വലുതാണ്. സോ നിങ്ങൾക്കൊരു വലിയ ബാറ്ററി ബാക്കപ്പ് ഉള്ള, ബാറ്ററിക്ക് കൂടുതൽ കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലാർജർ ഡിവൈസും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് ഐഫോൺ 15 Plus എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ രണ്ട് ഡിവൈസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ കാറ്റഗറിയിലെ ബെസ്റ്റ് ഡിവൈസുകളാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് ഐഫോൺ ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അതിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ് ഐഫോൺ 14 14 Plus എന്ന് പറയുന്നത്. 14 Plusലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കുറച്ചും കൂടെ നമുക്ക് പ്രൈസ് കുറവായിരിക്കും 15 Plus ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് Type C ഇൻ്റഗ്രേഷൻ. ഇതിൽ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഐപാഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഐപാഡ് ലൈനപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഐപാഡ് ആണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയും ഐപാഡ് മിനി 6. കാരണം നമുക്ക് ലിറ്ററലി എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് സൈസ്ഡ് ഐപാഡാണ് ഐപാഡ് മിനി 6. കാരണം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാൻറ്റിൻ്റെയോ ജീൻസിൻ്റെ പോക്കറ്റിൽ വളരെ സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐപാഡാണ് ഐപാഡ് മിനി. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഐപാഡിൽ ഏറ്റവും ബെസ്റ്റും ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മറ്റൊരു ഡിവൈസും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്കും യൂസ്ഫുൾ ആണ്. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം 4K വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ പോലെ തന്നെ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ലൈറ്റ് റൂംസ് അതുപോലുള്ള പ്രോ സോഫ്റ്റ്വെയർസ് എല്ലാം അവൈലബിൾ ആണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഗെയിം കളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ ഐപാഡൊക്കെ ഉപയോഗിച്ച് കളിക്കുന്നേക്കാൾ ഐഫോണേക്കാൾ ബെറ്റർ ആയിട്ട് കളിക്കാനും സാധിക്കും. എന്നാൽ ഐപാഡിൻ്റെ ആയിട്ടുള്ളൊരു പ്രോബ്ലംസ് നമുക്കിതിൽ ഫീലും ചെയ്യത്തില്ല. അതാണ് ഇതിൻ്റെ ഗെയിമിംഗ് കാര്യത്തിലേക്ക് വരുമ്പം. ഇനിയിപ്പം നോട്ട്സ് ടേക്കിങ്ങിനാണെങ്കിലും നമുക്ക് അത്ര ബോറിംഗ് അല്ലാത്ത രീതിയിൽ നമുക്ക് നോട്ട് എഴുതിയെടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഐപാഡ് പ്രോ എയർ സീരീസൊക്കെ നമുക്കറിയാം 10.8 inch അങ്ങനെയൊക്കെ ഓരോ സ്ക്രീൻ സൈസാണ് വരുന്നത്.
അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം പ്രോ രീതിയിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കളർ ഗ്രേഡ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മിനി LED ഡിസ്പ്ലേ ആണ് ഐപാഡ് പ്രോയിൽ വരുന്നത്. എയറിലാണെങ്കിലും M1 ചിപ്പാണ് വരുന്നത്. ഐപാഡ് പ്രോയിൽ നമുക്ക് M2 ചിപ്പാണ് വരുന്നത്. സോ അത്തരം പവർഫുൾ ആയിട്ടുള്ള ഡിവൈസുകളുടെ ആവശ്യകത ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞ ഐപാഡ് പ്രോയും ഐപാഡ് എയറും ഓപ്റ്റ് ചെയ്യുക. അതോടൊപ്പം ഡ്രോയിങ്ങിന് നമുക്ക് കുറച്ചും കൂടെ ലാർജർ ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ സൗകര്യമാകും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള യൂസേജ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഐപാഡ് മിനി, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐപാഡ് 10th ജനറേഷൻ, ഐപാഡിൻ്റെ 10th ജനറേഷൻ, 9th ജനറേഷൻ അല്ല 10th ജനറേഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കാരണം 9th ജനറേഷനും 10th ജനറേഷനും സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ രണ്ട് ഡിവൈസുകൾ തമ്മിൽ 6,000 to 7,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളൊരു 7,000 റുപ്പീസും കൂടെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് USB Type-C ഉള്ള കംപ്ലീറ്റ്ലി ഫുൾ ഡിസ്പ്ലേ വരുന്ന ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ നോർമൽ ഐപാഡ് 9th ജനറേഷനേക്കാളും ഫാർ ബെറ്ററാണ് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്ക് Type-C ഓപ്ഷനാണ് ലഭിക്കുന്നത്. കാരണം അതിലേക്ക് നമുക്ക് ഹാർഡ് ഡ്രൈവോ ഹാർഡ് ഡിസ്കോ SSDയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് ലിറ്ററലി ലോകത്ത് അവൈലബിൾ ആകുന്ന സകല USB Type-C ഡിവൈസുകളും ആക്സസറീസും നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിലെ 4ാമത്തെ ആപ്പിൾ പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ആപ്പിൾ വാച്ച് എന്നുള്ളത്. സോ 2023 ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ വാച്ച് എന്ന് പറയുന്നത് യാതൊരു സംശയവും ഇല്ലാതെ പറയാം ആപ്പിൾ വാച്ച് സീരീസ് 9 ആണ്. കാരണം നമുക്ക് പുതിയൊരു ഇത്രയും വർഷം എനിക്ക് തോന്നുന്നു സീരീസ് 5, 6, 7, 8 ഈ 3 സീരീസിലും ആപ്പിൾ സെയിം പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈവൻ 5ലും സെയിം പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹാർഡ്വെയർ പരമായിട്ട് യാതൊരു ചേഞ്ചസും ഇത്രയും വർഷം ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ ഈ വർഷം ഇറങ്ങിയ സീരീസ് 9ലാണ് ഏറ്റവും ബെസ്റ്റ് ആപ്പിൾ ഹാർഡ്വെയർ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പിൾ വാച്ച് ആണ് നോക്കുന്നെങ്കിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ആണുള്ള സീരീസ് 8 ഇപ്പോഴും സ്റ്റോക്കുകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രൈസ് കുറഞ്ഞ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് വാച്ച് സീരീസ് SE ആണ്. എന്നാൽ വാച്ച് സീരീസ് 9ലേക്ക് വരുമ്പം ഒരു അടിപൊളി നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ് ആപ്പിൾ വാച്ച് സീരീസ് 9ലേക്ക് കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പിഞ്ച് ടാപ്പ് അതുപോലുള്ള ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ ജസ്റ്റേഴ്സ് ഒരു ആക്സസിബിലിറ്റി ഫീച്ചറായിട്ട് മറ്റുള്ള ആപ്പിൾ വാച്ചുകളിലെല്ലാം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ആപ്പിൾ വാച്ച് സീരീസ് 9ലും സീരീസ് അൾട്ര 2ലുമാണ് ആപ്പിൾ ഒരു ഫീച്ചറായിട്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഫീച്ചറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആൻഡ് ഫൈനലി ഇതിലുള്ള ഏറ്റവും 5ാമത്തെയും അവസാനത്തെ കാറ്റഗറിയാണ് മാക്ക്. സോ മാക്കിലേക്ക് വരുമ്പം 2023 ആപ്പിളിൻ്റെ ഏറ്റവും ബെസ്റ്റ് മാക്ബുക്ക് എന്ന് പറയുന്നത് M3 മാക്ബുക്ക് പ്രോ ആണ്. കാരണം അത്രയും പവർഫുൾ ആണ് ഡിവൈസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആപ്പിളിൻ്റെ SSDയിലുള്ള കോൺഫിഗറേഷനിലേക്കൊക്കെ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ്. M1ൽ ആപ്പിൾ 2 SSD ആയിട്ടാണ് 256 ആണെങ്കിലും അല്ലെങ്കിൽ 512 ആണെങ്കിലും കൊടുത്തിരുന്നത്. എന്നാൽ M2ലേക്ക് വന്നപ്പോൾ ആപ്പിൾ അത് സിംഗിൾ DIN ആക്കി അല്ലെങ്കിൽ സിംഗിൾ SSD ആക്കി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പീഡിൽ ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങളൊക്കെ വന്നായിരുന്നു. എന്നാൽ M3ലേക്ക് വന്നപ്പം ആപ്പിൾ വീണ്ടും പഴയ ആ ഒരു മെത്തേഡ് സ്വീകരിച്ചേക്കുവാണ്. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് SSD കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു SSD ആണ് M3ലേക്ക് വരുമ്പോൾ മാക്കിന് ലഭിച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാക്ക് എന്ന് പറയുന്നത് M2 മാക്ബുക്ക് എയർ ആണ്. കാരണം ഡിസൈൻ വൈസ് ആണെങ്കിലും ഹാർഡ്വെയർ വൈസ് ആണെങ്കിലും ധാരാളം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറൻസ് ആപ്പിൾ മാക്ബുക്ക് എയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഒരു പരിധി വരെ നമുക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ഹൈ എൻഡ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിങ് അങ്ങനത്തെ വർക്കുകൾ, ഇപ്പം നിങ്ങളൊരു വെഡ്ഡിങ് വർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷണലായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒരിക്കലും ഞാൻ മാക്ബുക്ക് എയർ ഓപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർ മാക്ബുക്ക് പ്രോ തന്നെ ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുവാണെങ്കിൽ മാക് മിനിയാണ്. പക്ഷേ അത് നമുക്ക് ആക്സസിബിൾ അല്ല, എല്ലായിടത്തും നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകണം. സോ അത് വെച്ച് നോക്കുമ്പോൾ മാക്ബുക്ക് എയർ അല്ലെങ്കിൽ പ്രോ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ വർക്കിൻ്റെ ആ ഒരു തിക്നെസ് അനുസരിച്ച് നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യുക. സോ 2023 ബെസ്റ്റ് മാക്സ് എന്ന് പറയുന്നത് ഇതാണ്. M2 മാക്ബുക്ക് എയറും M3 മാക്ബുക്ക് പ്രോയും 14 ഇഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് 2023 ആപ്പിളിൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് ലൈനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.